ലിജു, ഒന്ന് നിങ്ങളുടെ മുൻ പ്രധാനമന്ത്രിയുടെ വാചകം, രണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാചകങ്ങൾ, ഇത് രണ്ടും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു എന്നാണ് മോദി മുതൽ BJPയുടെ എല്ലാവരും ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള മറുപടി. ഒരു പ്രധാനമന്ത്രിയുടെ നിലവാരത്തിൽ നിന്ന് സംസാരിക്കേണ്ട ശ്രീ നരേന്ദ്രമോദി സംസാരിക്കുന്നത് വർഗീയ വിഷം ചീറ്റാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയുന്ന മുഴുവൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമാണ്. ഒന്ന്, കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഞങ്ങൾ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് രാജ്യത്തിന് ആവശ്യമാണ്. ജാതി സെൻസസ് നടത്തേണ്ടത്. കാരണം ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവർക്കാവശ്യമായ അവകാശങ്ങൾ എത്തിക്കുവാൻ, അവർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ സെൻസസ് നടക്കണം. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സർവോദയം എന്ന് പറഞ്ഞ സങ്കല്പത്തിൻ്റെ, അല്ലെങ്കിൽ അതിൽ അന്ത്യോദയം എന്ന് നമുക്ക് പറയാവുന്നതിൻ്റെ കാഴ്ചപ്പാടതാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളിനെ കണ്ടുകൊണ്ട് വേണം ഒരു രാഷ്ട്രം മുന്നോട്ട് പോകാൻ. അതാണ് ജാതി സെൻസസിൻ്റെയും സാമൂഹ്യ സാമ്പത്തിക സർവേയുടെയും അടിസ്ഥാനം. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് നിങ്ങളുടെ താലി പൊട്ടിക്കുവാൻ വേണ്ടി വീടുകൾക്കുള്ളിലേക്ക് കടന്നു വരുന്നു, ഈ സമ്പത്തിൻ്റെ മുഴുവൻ അവകാശികൾ ന്യൂനപക്ഷങ്ങളാകും എന്ന് പറഞ്ഞു വരുന്നു. എന്ത് നുണയാണിത്! എത്രമാത്രം ലജ്ജാവഹമായ ഒരു പരാമർശമാണിത്. പിന്നെ ന്യൂനപക്ഷങ്ങൾക്കുൾപ്പെടെയുള്ളവർക്ക് രാജ്യത്തിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞ വാചകങ്ങളെ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പഴയ വാചകം, അത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്താണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്കക്കാരും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് രാജ്യത്ത് അധികാരത്തിലും സമ്പത്തിലും വിദ്യാഭ്യാസത്തിലും പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നെന്ന് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടി ഈ രാജ്യത്തിൻ്റെ വികസനം നൽകേണ്ടതുണ്ട് എന്നൊരു പ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ, ഒരു വാചകത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭാഷണത്തിൽ പറയുമ്പോൾ, അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് രാജ്യത്തിൻ്റെ സമ്പത്തിൽ അവകാശം എന്ന തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനവും അതോടൊപ്പം വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിൻ്റെ ശൈലിയുമാണ്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. വർഗീയത, പച്ച നുണ പറഞ്ഞ് തുടർന്നോളൂ. കേരളത്തിന് പുറത്ത് എന്തായാലും അതിന്റെ സാധ്യത എത്രത്തോളമാണെന്ന് അറിയില്ല. കേരളത്തിനകത്തും ഇതിന് സാധ്യതയുണ്ട്. ഒരു കോൺഗ്രസ്സുകാരൻ ഒരു പരാതി കൊടുത്താൽ മതി. ഇപ്പോൾ പിണറായിയുടെ സർക്കാരിന്റെ കീഴിൽ CPM അത് പരാതി കൊടുക്കോ ഇല്ലയോ എന്നറിയില്ല. ഇനി പരാതി കൊടുത്താൽ അത് കേസാകുമോ എന്നും അറിയില്ല. നിങ്ങൾക്ക് ചെയ്യാമല്ലോ. നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം ഇവിടെ കേൾപ്പിക്കാമോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുണ്ടായില്ലേ? അല്ല, ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കാം. മൻമോഹൻ സിംഗിന്റെ പ്രസംഗം കേൾപ്പിക്കൂ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ ശിവശങ്കർ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. നിങ്ങൾ പ്രത്യയശാസ്ത്രപരമായി പറയുമ്പോൾ ദീൻ ദയാൽ ഉപാധ്യായയുടെ ഇന്റഗ്രൽ ഹ്യൂമനിസത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയും. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളുടെ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് പറയുന്നത്. അവസാനത്തെ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, താങ്കൾ എന്താണ് അല്ല എന്ത് വിടാൻ എന്ന് പറഞ്ഞേ കേൾക്കട്ടെ. എന്താ താങ്കൾ പറഞ്ഞതല്ലേ? താങ്കൾ പറഞ്ഞില്ല മൻമോഹൻ സിംഗിന്റെ പ്രസംഗം ആദ്യം വേണു ഇടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അത് കേൾപ്പിക്കാം. അതിൽ അങ്ങ് പറയുന്ന വാചകങ്ങൾ വേണമെങ്കിൽ എന്റെ കൈവശമുണ്ട്. അത് ആ ഭാഗം കേൾപ്പിക്കാം. We will have to devise innovative plans to ensure that minorities, particularly Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim on our resources. എന്താ കുഴപ്പം ശിവശങ്കറെ? അതിനുശേഷം ഉണ്ടല്ലോ, അതിനുശേഷം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞോളൂ. അതിനുശേഷം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷം എന്താ? അതോടെ പറഞ്ഞോ കേൾക്കട്ടെ. Minorities, particularly the Muslim minority, have the first claim on our national resources. എന്ന് പറഞ്ഞിട്ടില്ല പ്രസംഗത്തിന്റെ. ഞാനത് വായിച്ചു. അങ്ങ് കേൾക്കാൻ തുടർന്നോളൂ. ഞാൻ വീഡിയോ തരാം. അല്ലെന്നേ, ഇത് ആ വെർബാറ്റമാണ് ഞാൻ പറഞ്ഞത്. ശിവശങ്കറെ ആ ഭാഗം ഞാൻ വായിച്ചു. ഞാൻ പറയാം. പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. എന്ന് സംസാരിച്ചിട്ട് സംസാരിക്കൂ. അതാണ് വേണുവിൻ്റെ അകത്തൊരു കുഴപ്പം. ഒന്ന്, ഞാൻ എൻ്റെ ഊഴത്തിൽ കൃത്യമായി കോൺഗ്രസ് പാർട്ടി എടുത്ത പൊസിഷൻ, അത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗവും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് അദ്ദേഹം ഇടപെട്ടത്.
ഇടപെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം സംസാരിച്ചില്ല. പക്ഷേ വേണു വായിച്ച് കേൾപ്പിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം, മൻമോഹൻ സിംഗിൻ്റെ വാചകം. അദ്ദേഹം പറഞ്ഞെന്താ, ദ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ ശിവശങ്കരൻ? സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിനും വിദ്യാഭ്യാസത്തിനും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 40 നിൽക്കുമ്പോൾ തന്നെ എക്സെപ്ഷൻസ് കൊടുക്കും. അത് വനിതകൾക്കും അല്ലെങ്കിൽ ഓരോ തരത്തിലും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ടും ഞാൻ പറയട്ടെ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം അസുഖം? ഇതാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് മൻമോഹൻ സിംഗിന്റെ വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം തിരികെ എത്താം ലിജു. ഒരു സെക്കൻഡ് ലിജു, ഒരു സെക്കൻഡ് മൻമോഹൻ സിംഗിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim on our resources. ലിജു തുടർന്നോളൂ. വളരെ കൃത്യമായിട്ടല്ലേ വേണു പറഞ്ഞത്. അത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം ഏതാണ്? മുസ്ലിം സമുദായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അധികാരത്തിലും, ഇപ്പോൾ പാർലമെൻറ്റിലെ ഉൾപ്പെടെയുള്ള ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മതന്യൂനപക്ഷം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമുക്കൊരു ഇന്നൊവേറ്റീവായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് പിന്നോക്കം നിൽക്കുന്ന ഈ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളെ. കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിലല്ല ചിന്തിക്കേണ്ടത്, രാജ്യവ്യാപകമായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്. പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസമില്ലാത്ത, വീടുകളില്ലാത്ത. ഇപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് ബംഗാളിൽ 2% പോലും മുസ്ലിം മതവിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് 2% പോലും സർക്കാർ റെപ്രസെൻറ്റേഷൻ ഇല്ല, ജോലി റെപ്രസെൻറ്റേഷൻ ഇല്ല, അവർക്ക് പഠിക്കാൻ പ്രൈമറി വിദ്യാലയങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരൊറ്റ വാചകത്തിൽ കൃത്യമായി എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനെയാണ് ഈ നരേന്ദ്രമോദി വ്യാഖ്യാനിക്കുന്നത്. രാജ്യത്തെ സമ്പത്തെല്ലാം മുസ്ലിങ്ങൾക്കാണ് കൊടുക്കാൻ പോകുന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇത് കേസെടുക്കേണ്ട വിഷയമാണ്. കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. തീർച്ചയായിട്ടും പരാതികൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കൊടുത്ത പരാതിയൊക്കെ എവിടെയായി? വേണു, എനിക്കറിയാവുന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പാകെ തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെക്കുറിച്ച്, ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെ എത്ര പരാതി ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെയുണ്ട്? ഒരു നടപടിയില്ല, ഒരു നടപടിയും എടുക്കപ്പെട്ടിട്ടില്ല. അതേസമയം ശശി തരൂരിനെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്ന നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താ? നേരത്തെ ഇവിടെ ഞാൻ വന്നപ്പോൾ ചർച്ച ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇന്നൊരു നിഷ്പക്ഷ ബോഡിയാണോ? നേരത്തെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൂടെ തിരഞ്ഞെടുത്തിരുന്ന ഒരു എംപവേർഡായ ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ ഒരു മന്ത്രി ഇരുത്തി അദ്ദേഹത്തിനെ കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷനാണുള്ളത്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണോ? അതൊരു പൊളിറ്റിക്കൽ ബോഡിയാണ് പതിച്ചിരിക്കുന്നു. അപ്പോൾ രാജ്യത്ത് കേസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എത്രയെത്ര നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്ര കേസുകൾ സമീപകാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്? എത്രയെത്ര കേസുകൾ? ശരി, രാജ്യത്ത് ഏറ്റവും ന്യായമായ വിഷയത്തിൽ പോലും പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞതിനല്ല, പ്രധാനമന്ത്രിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്ന് പറഞ്ഞാണ് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക പ്രവർത്തകനെതിരെ അതാണ് ഞാൻ പറഞ്ഞത്. എഫ്ഐആർ ഇട്ടിരിക്കുന്നത്, പരാതി കൊടുത്ത് അപ്പൊ എഫ്ഐആർ ഇടുക. ശരി ലിജു, ഞാൻ ഒന്ന് VPP യിലേക്ക് പോവുകയാണ്. ഞാൻ വരാം ലിജു, ഞാൻ വരാം.